ശബരിമല എല്ലാ കാലത്തും തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. അത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഉടനീളം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് സ്ത്രീകളെ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നു വീണതാണ് സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പ വിവാദങ്ങൾ. അതൊന്ന് കെട്ടടഞ്ഞ് ഈ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടി വീഴുന്നത്. അതായത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സർക്കാരുകൾ, രണ്ട് സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം അത് ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വീഴ്ച, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീഴ്ച ഉണ്ടായപ്പോൾ വീടാന്തരം കയറിയാണ് അവർ ഞങ്ങൾ തെറ്റ് തിരുത്തുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരികെ വന്നത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോൾ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് വീടാന്തരം കയറി പറയാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയിച്ചില്ല എന്ന് പാർട്ടി തന്നെ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതിനിടയിലാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്ന് വീഴുന്നത്. അതിനി എങ്ങനെ തിരുത്തും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ആ കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ തിരുത്ത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തുകൊണ്ട് ഉപകരാറുകൾ ടെൻഡർ വിളിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബില്ലുകളും മറ്റും കൃത്യമായി കാണിച്ചില്ല? ടെൻഡർ വിളിക്കാതെ എന്തിനു വേണ്ടിയാണ് ഊരാളുങ്കലിന് പന്തൽ നിർമ്മാണം കൊടുത്തത്? ഈ കണക്കുകൾ, ബില്ലുകൾ, GST എന്നിവയിൽ എന്തുകൊണ്ടാണ് കൃത്യമായി അത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുത്താതെ എന്താണ് തുടങ്ങി ഒരുപാട് നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. അത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. ആരതി.